അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയാണ് നമ്മളിന്ന് വന്നത്. എന്താണെങ്കിലും നമുക്കൊന്ന് സ്കാൽപ്പ് അനാലിസിസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഒക്സിപിറ്റൽ ഏരിയ ആണ് വരുന്നത്, ഡോണർ ഏരിയ ആയിട്ട്. ആ ഒരു ഏരിയ DHT ഹോർമോൺ റെസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെയാണ് നമ്മുടെ റെസിപ്പിയൻ്റ് ഏരിയ വരുന്നത്. നമുക്ക് ഒരു ഗ്രേഡ് 3 ബാൾനെസ് ആണ് വരുന്നത്. അതായത് നമ്മുടെ ടെമ്പിൾസും നന്നായി കീറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ വരെയും ഫില്ല് ചെയ്യേണ്ടി വരും. ഈ ഒരു 2 ടെമ്പിൾസിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയയും ഫിൽ ഓൺ ചെയ്യണം. നമുക്കപ്പോൾ ട്രൈക്കോസ്കോപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഹെയർ ഉള്ള ഒരു ഏരിയ വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. മുടിയില്ലാത്ത ഏരിയ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഹെയറിൻ്റെ കണ്ടീഷൻ നമുക്കിപ്പോൾ കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ടെമ്പിൾ ഏരിയയും നമ്മുടെ ഫ്രണ്ട് ലൈനുമാണ് നമുക്ക് അഡ്രസ്സിൻ്റെ ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് ഏകദേശം ഇപ്പോൾ ഇനി വേണ്ടത് എന്ന് പറഞ്ഞാൽ 3400 to 3600 ഗ്രാഫ്റ്റ് എങ്കിലും വേണം നമുക്ക് ഈ ഒരു കവറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പ്രൊസീജിയറിലേക്ക് പോവല്ലേ? നമ്മളിനി അടുത്തായിട്ട് പ്രൊസീജിയർ ചെയ്യാൻ പോവാം. ഇനി അത് കഴിഞ്ഞിട്ട് കാണാം.